ഇപ്പോൾ എറണാകുളത്ത് തൃക്കാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽറോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ഏകദേശം 608ഓളം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് സ്ഥാപനത്തിൻ്റെ CEO ആയ ജോൺ ജോസഫ് എന്നയാളാണ് പങ്കെടുത്തത്. ഈ സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയനുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഇതിലൂടെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2017 ടാൽറോപ്പ് എന്ന കമ്പനി എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്പനി ആരംഭിച്ചിട്ടുള്ളത്. ആയതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നോവേറ്റീവായ ഐഡിയാസുള്ള കുട്ടികളെ കണ്ടെത്തി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രാപ്തരാക്കുന്നതാണ് ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത്. ഈ കമ്പനിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 608ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ തൊഴിലാളികളോട് അന്വേഷിച്ചതിൽ അവർക്ക് 11 മാസത്തോളം ശമ്പള കുടിശ്ശികയുള്ളവർ ഉൾപ്പെടെ ഏകദേശം മിക്ക തൊഴിലാളികൾക്ക്, ഈ 608 തൊഴിലാളികൾ മിക്ക തൊഴിലാളികൾക്കും ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോഴും കുടിശ്ശികയായിട്ടുണ്ടെന്നാണ് ഇന്നത്തെ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിൽ ഭൂരിഭാഗം തൊഴിലാളികളെയും സ്ഥാപനത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് 2 മാസം മുമ്പ് തന്നെ ഈ കമ്പനി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് പ്രകാരം മറ്റ് ജോലികൾ അന്വേഷിക്കുന്നതിന് ഈ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് നൽകാമെന്ന് ഈ കത്തിലൂടെ കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളതായിട്ടാണ് തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ വന്ന മാനേജ്മെൻറ്റ് പ്രതിനിധി നിലവിൽ കമ്പനി വലിയ നഷ്ടത്തിലാണെന്നും ആയതുകൊണ്ട് തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഉടൻ സാധിക്കില്ലെന്നും ഉള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ, ശമ്പളം ഉൾപ്പെടെയുള്ള കുടിശ്ശിക തീർക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോൾ ഒക്ടോബർ വരെ സമയമാണ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് CEO മാത്രമാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഹാജരായിട്ടുള്ളത്. ഈ കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള സഫീർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ചെയർമാൻ എന്നാണ് ഈ CEO അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് കാരണം തന്നെ ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനത്തിലെത്താൻ ഇന്നത്തെ യോഗത്തിലൂടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ യോഗത്തിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 608 തൊഴിലാളികൾ, പല തൊഴിലാളികളും ഇപ്പം മറ്റു പല സ്ഥാപനങ്ങളിലും ജോലി അന്വേഷിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 608 തൊഴിലാളികളുടെയും വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാനുണ്ട്. നാളെ തന്നെ എറണാകുളം ജില്ലയിലെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ തൊഴിലാളികളുടെ അവരുടെ പേര്, അവരുടെ തസ്തിക, അവരുടെ ശമ്പള കുടിശ്ശിക, എത്ര കാലം അവർ ജോലി ചെയ്തു എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി ശേഖരിച്ച് ആദ്യം എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ കുടിശ്ശിക ഈ തൊഴിലാളികൾക്ക് കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 25-നുള്ളിൽ തന്നെ വീണ്ടും ഒരു യോഗം, ഇന്നത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷൻ എത്തിയിരുന്നില്ല, മാഡത്തിന് മറ്റൊരു യോഗം ഉള്ളതുകൊണ്ടാണ് എത്താൻ കഴിയാതിരുന്നത്. അപ്പം ഉടൻ തന്നെ ഈ വിഷയത്തിൽ 25-ാം തീയതിക്കുള്ള അടുത്തൊരു യോഗം ക്രമീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഇന്നത്തെ CEO കൂടാതെ ഈ കമ്പനിയുടെ ചെയർമാനായ ശ്രീ സഫീർ തന്നെ പങ്കെടുക്കണമെന്ന് കർശനമായ നിർദ്ദേശം ഈ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ജോൺ ജോസഫ് എന്ന ഈ CEOയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക, മറ്റു കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ 25 യോഗത്തിന് മുമ്പ് തന്നെ അത് കൃത്യമായി തയ്യാറാക്കുകയും 25-ന് മുമ്പ് നടക്കുന്ന ഈ യോഗത്തിൽ വെച്ച് ഇത് എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്.
അല്ല, അങ്ങനെയല്ല ഇന്നത്തെ തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾക്ക് 11 മാസത്തുണ്ട്. 11 മാസമാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശികയായിട്ടുള്ളത്. പിന്നെ 10 മാസവും 8 മാസവും 7 മാസവും ഉൾപ്പെടെ വിവിധ മാസങ്ങളിലെ ശമ്പളം കിട്ടാനുള്ള തൊഴിലാളികൾ ഇതിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് തൊഴിലാളികളോട് അന്വേഷിച്ചതിൽ അവർക്ക് ജോലി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അവർക്ക് താല്പര്യമില്ലെന്നും അവർക്ക് നിയമാനുസൃതമായ ശമ്പളവും അതേപോലെ തന്നെ റിട്രഞ്ച് ചെയ്തതുൾപ്പെടെയുള്ള തൊഴിൽ നിയമപരമായ അവകാശങ്ങളും അവരുടെ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അല്ലാതെ ജോലി തിരിച്ചു കിട്ടണമെന്ന് ഒരു തൊഴിലാളി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. ഇവരിൽ നല്ലൊരു വിഭാഗം റിസൈൻ ചെയ്ത് പോയവരാണ്. വേറെ കുറച്ച് ആൾക്കാർക്ക് അവർ 2 months നോട്ടീസ് കൊടുത്തിട്ട് പിരിച്ചുവിട്ടവരാണ്. ഇവരാരും തന്നെ ഈ തിരിച്ചെടുക്കണമെന്നൊരു ആവശ്യപ്പെട്ടെന്ന് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നാളിതുവരെ ഒരു പരാതി തന്നിട്ടില്ല. ഇവർക്ക് ഈ വേതനത്തിന്റെ അരിയറ കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ. 608 തൊഴിലാളികൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അല്ലല്ല, എല്ലാം കൂടെ. അത് ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സ്ഥാപനം ടയൽറോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയായിട്ടാണ് 2017 രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് 21 സ്റ്റാർട്ടപ്പുകളായിട്ടാണ് ഇപ്പോൾ നിലവിൽ കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ 608 തൊഴിലാളികൾ ടയൽറോപ്പ് എന്ന കമ്പനിയിലാണ് ആദ്യം ജോലിക്ക് ചേർന്നതെങ്കിലും പിന്നീട് ഈ 21 സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇവരെ മാറ്റി എന്നുള്ള ഒരു തികച്ചും നിയമ ലംഘനം ഈ കമ്പനിയിൽ നടന്നു എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിലൂടെ ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം, ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള നോട്ടീസുകളോ മറ്റോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നോ തൊഴിലാളികളുടെ സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയെ തുടർന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ ആരംഭിക്കും. ഈ 21 കമ്പനികളിലെ 608 തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശികകളോ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ ഒരു കണക്ക് ആദ്യം ശേഖരിച്ച് വെച്ചതിന് ശേഷം 25-ാം തീയതിക്കുള്ളിൽ നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവാത്ത പക്ഷം ഡിപ്പാർട്ട്മെൻറ്റ് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും. തീർച്ചയായിട്ടും CEO ആണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അത് തൊഴിലാളികൾ ഉൾപ്പെടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ വളരെ കർക്കശമായ രീതിയിൽ ചെയ്ത രീതി ഒട്ടും ശരിയായില്ലെന്നും ഈ സഫീർ എന്ന് പറഞ്ഞ ഈ കമ്പനി ഉടമ തന്നെ 25-ാം തീയതിക്കുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൂടാതെ ഒരു ഡേറ്റ് ഏകപക്ഷീയമായി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നതിന് പകരം, അതായത് ഇദ്ദേഹത്തിന് എന്നാണോ ഈ 25-ാം തീയതിക്കുള്ളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു തീയതി അത് അറിയിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ രീതിയിൽ തന്നെ മീറ്റിംഗ് നടത്താം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഡേറ്റ് സ്വീകാര്യമല്ല, അന്ന് ഞങ്ങൾക്ക് മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി തന്നെയാണ് ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് കൊടുത്തത്. ഇനി അദ്ദേഹം ഒരു ഡേറ്റ് തരാത്ത പക്ഷം കൃത്യമായ രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 25-ാം തീയതിക്കുള്ളിൽ തന്നെ ചർച്ച നടക്കുന്ന രീതിയിലുള്ള ഒരു തീയതി ഈ തൊഴിലാളികളെയും മാനേജ്മെൻറ്റിനെയും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. അത് തീരുമാനിക്കാം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ നമ്മൾ ആദ്യം ശേഖരിക്കുന്നത്. ആ ശേഖരിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പക്ഷേ ഒന്നോ 2 ആഴ്ച സമയം നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷേ ഒരു തൊഴിലാളിയുടെ ഏറ്റവും ബേസിക് റൈറ്റായ ശമ്പള കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതിരിക്കുന്നത് സംബന്ധിച്ച് ഒരു ദിവസം പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആയതുകൊണ്ട് തന്നെയാണ് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്നത്. അല്ല, അത് വേജ് കോഡ് അനുസരിച്ച് പിന്നെ ഈ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ശമ്പളത്തിന് ബന്ധപ്പെട്ട ലേബർ കോടതികൾ കേസ് ഫയൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ കൊടുക്കാത്ത പക്ഷം മറ്റ് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും. അല്ല, അത് ഈ കുടിശ്ശിക കണക്കാക്കി കഴിഞ്ഞാൽ അത് റവന്യൂ റിക്കവറിയിലൂടെ ഇത് ഈടാക്കുന്നതിനുള്ള നടപടികൾ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയും. ബ്രീഫ് ചെയ്തപ്പോൾ മനസ്സിലായത് ഒന്ന് പ്രധാനമായിട്ടും ശമ്പള കുടിശ്ശിക, അതായത് 1000-ൽ കുറവ് തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് 7-ാം തീയതിക്കുള്ളിൽ ആ സ്ഥാപനം, അതായത് ഈ മാസം ശമ്പളം അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ആ നിയമം ഒരു മാസങ്ങളുമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഈ നിലവിലുള്ള നിയമങ്ങൾ, അതായത് IR കോഡ്, വേജ് കോഡ് വന്നിട്ടില്ല എങ്കിൽ പോലും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഇപ്പം നിലവിലുള്ള പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് തന്നെ അത് നിയമലംഘനമാണ്. പിന്നെ ശമ്പളം കൊടുക്കാത്തത് മാത്രമല്ല, റിട്രഞ്ച്മെൻറ്റ് ബെനിഫിറ്റുകൾ കൊടുക്കാത്തത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ ഇവർക്ക് ബോണസിന് അർഹതയുണ്ടാവാം, ബോണസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിയമലംഘനങ്ങൾ എന്താണെന്ന് കൃത്യമായി കണ്ടെത്തി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നതാണ്. പല കമ്പനികളിലായിട്ടായിരുന്നു പേറോൾ എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ, അത് എങ്ങനെയാ സാധ്യത? അത് അനുവദനീയമാണോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് തികച്ചും നിയമലംഘനമാണ്. അത് ഈ തൊഴിൽ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഉൾപ്പെടെ നമ്മൾ കൊറോ ഹെൽത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലായതാണല്ലോ. അതായത് ഒരു നിശ്ചിത തൊഴിലാളികളുടെ എണ്ണത്തിൽ കൂടുതലാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പ്രീവിയസ് അപ്രൂവൽ ആവശ്യമാണ്. ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനും വ്യത്യസ്തമായ പ്രൊവിഷനുകളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ PF ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി പല കമ്പനികളും അങ്ങനെ വ്യത്യസ്ത കമ്പനികളിലേക്ക് തൊഴിലാളികളെ മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതാണോ എന്നുള്ളത് അറിയില്ല. അതാണോ എന്നുള്ളത് കൂടി നാളത്തെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതാണ്.